നമ്മളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നാളെ ഒരു പുലരി ഉണ്ട് എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുക. ഇന്നുള്ള വിഷമം നാളെ ഉണ്ടാവില്ല, അത് നമുക്ക് മാറിക്കിട്ടുമെന്ന് ദൃഢമായ മനസ്സോടുകൂടി നമ്മൾ ഒരു പുലരി എഴുന്നേൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകും കേട്ടോ. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ല കിടിലനായിട്ടുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായി കാണുക കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിക്കഴിഞ്ഞാൽ അത് ചില ഉരുളക്കിഴങ്ങ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് വരെ നല്ല പൊടിയായിട്ട് കിട്ടാനായിട്ട് ഒരു ടിപ്പ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ എനിക്കിത് വലിയ ഉരുളക്കിഴങ്ങായിരുന്നു, അതുകൊണ്ട് 4 കഷ്ണമാക്കിയത്. വെള്ളം എപ്പോഴും കുറവ് മാത്രമേ വെക്കാവുള്ളൂ കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ താഴെ ഒരു എന്താ പറയുക, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് അത് വേവിക്കുക. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് പോയിട്ട് ഒരു വെള്ളത്തിൻ്റെ ചൊവ്വ വരും, അതില്ലാതിരിക്കുവാൻ. ഇതുപോലെയുള്ള ഒരു എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ, ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുവാനൊക്കെ എളുപ്പമായിട്ടുള്ള ഇങ്ങനത്തെ എല്ലാവരുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നെക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈവണായിട്ട് നല്ലതുപോലെ തന്നെ സ്മാഷായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ തൊലിയൊക്കെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഊരിക്കിട്ടുന്നതാണ്. നേരിയ ചൂടോടുകൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോലും നമുക്ക് ഈ ഒരു കയ്യിൽ കൊണ്ട് നമുക്ക് എന്താ പറയുക, ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കുവാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, ഇത് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. അടുത്തതായിട്ട് നമ്മൾ അരിയാണെങ്കിലും ഉഴുന്നാണെങ്കിലും പരിപ്പാണെങ്കിലും ഒക്കെ വാങ്ങുമ്പം എപ്പോഴും നമ്മളുടെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ എപ്പോഴും വാങ്ങി വെക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കും? പിന്നെ നമ്മൾ കവറിലൊക്കെ വെക്കുമ്പോൾ അതൊരു എന്താ പറയുക, ഭയങ്കര ഒരു പണിയായിട്ട് തോന്നാറുണ്ട്. അതിലെ ഒരു പ്രാണി വരുവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കുപ്പികളില്ലേ, അതിൻ്റെ ഈ ഒരു മൂട് ഭാഗം ഞാനതൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഇതുപോലുള്ള കടലയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെറിയ നെയ്ക്കുപ്പിയൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ കടലേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ചെറുപയർ പരിപ്പ് അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളാണെങ്കിൽ നിങ്ങൾ ആ 7-അപ്പിൻ്റെ കുപ്പിയോ വെള്ളത്തിൻ്റെ കുപ്പിയോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ കടലയും വൺപയറൊക്കെ ആണെങ്കിൽ ഇതുപോലെ നെയ്യുടെ ചെറിയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇതും നമുക്ക് നമ്മളുടെ കബോർഡിൽ ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എടുത്ത് ഉപയോഗിക്കുവാൻ സാധിക്കും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുത്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. നമുക്ക് വളരെ സിമ്പിളായിട്ട്, അതുപോലെ പ്രാണികൾ കയറുകയോ അത് ചീത്തായി പോവുകയോ ഒന്നുമില്ല, നമുക്കത് ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ ഇതെല്ലാം അതുപോലെ തന്നെ വെച്ച് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ബ്രെഡ് എങ്ങനെ നമുക്ക് ഇതൊന്നുമില്ലാതെ നല്ല ആ കവർ കൊണ്ട് തന്നെ എങ്ങനെ മൂടാം എന്നുള്ളത്, കെട്ടിവെക്കാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എന്താണ് കുപ്പിയുടെ മൂടി കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം കേട്ടോ. ഒട്ടും കയറുകയില്ല, പെട്ടെന്ന് ചീത്താകുകയില്ല. പിന്നെ ഡേറ്റ് കഴിഞ്ഞ സാധനം ഉപയോഗിക്കരുത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എടുക്കുവാൻ സാധിക്കും ഇതെല്ലാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടയുടെ തോട് നമ്മൾ നല്ലതുപോലെ കഴുകി ഇതുപോലെ ഒരു പേപ്പറിൽ കമത്തി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് സോപ്പാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ഏത് സോപ്പാണോ അത് നിങ്ങൾക്ക് എടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു മുട്ടയുടെ തോട് നല്ലതുപോലെ അടിച്ച് നല്ല നൈസായിട്ട് പൊടിയായിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് സോപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ നമ്മളുടെ ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു അരമുറി നാരങ്ങ ഇതുപോലെ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് തൊലിയോടുകൂടി നമ്മൾ അതിലേക്ക് ഇട്ട് അതും നല്ലതുപോലെ അതിൽ നല്ലതുപോലെ അരഞ്ഞ് കിട്ടണം. ഇത്
ഇത് നമുക്ക് എന്തിനാന്ന് വെച്ച് നമ്മളുടെ പാത്രങ്ങൾ, നമ്മൾ എണ്ണ മെഴുക്കുള്ള നല്ല കട്ടിയുള്ള കരിയുള്ള പാത്രങ്ങൾ, അതുപോലെ തന്നെ മീൻ മുറിച്ച് കഴിഞ്ഞ ചട്ടി, അതൊക്കെ നമുക്ക് ഇതുകൊണ്ട് കഴുകി കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലോ, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ഫ്രഷ് ആയിട്ട് കരിയുള്ള പാത്രങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി നമ്മളുടെ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം. നമുക്ക് എപ്പോഴാണോ ആവശ്യം, നമുക്കൊരു മീൻ മുറിച്ച് വളരെ അധികം സ്മെല്ലുണ്ടെന്ന് തോന്നിയാൽ ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. കണ്ടില്ലേ, നല്ല എന്താ ഇതുപോലെ ഇരിക്കണം. നമ്മൾ ഒരു പാത്രത്തിൽ കമത്തി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാത്ത വിധം നല്ല ഇതായിട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മൾ ഇതെടുത്ത് ഉപയോഗിച്ചാൽ മതി. ഈ ഒരു മിക്സി ഇത് എന്ത് നമ്മൾ ഉപയോഗിച്ചാലും ഒരു കപ്പ് വെള്ളം അതിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ പൊടി കുഴക്കാൻ വരെ നമ്മൾ മിക്സി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയം വളരെ ബുദ്ധിമുട്ടല്ലേ. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് കഴുകി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മുട്ടത്തോണ്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമ്മളുടെ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടുവാനും സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു പാത്രം കഴുകണത് എങ്ങനെയാണ്, നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതെടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഏത് പാത്രമാണോ, കരിയുള്ള പാത്രമാണോ, മീനോ, മെഴുക്ക് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു പാത്രം, ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് പാത്രം കഴുകാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ തൊലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് കർപ്പൂര കൊയില് നമ്മളുടെ, അത് നല്ലതുപോലെ പൊടിയാണെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതാണെങ്കിൽ കട്ടയാണെങ്കിൽ നല്ലതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മളുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തുടക്കുവാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ മോപ്പല്ല, സാധാ മോപ്പാണ് ഉപയോഗിക്കുന്നതിൽ ബക്കറ്റിലേക്ക് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വീട് തുടയ്ക്കുകയാണെങ്കിൽ ശരിക്കും പറയണ ഒരു പ്രാണിയുടെ, ഉറുമ്പിൻ്റെ, അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട് തുടച്ചു നോക്കും, നല്ല ക്ലീനും ആകും. അതിനോടൊപ്പം തന്നെ നല്ല ഉറുമ്പിൻ്റെ ഒന്നും ഒരു ശല്യവും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് കുറേ ദിവസത്തേക്ക് ആ ഒരു നീറ്റായിട്ട് നല്ല ഗ്ലേസിങ് ആയിട്ട് വീട് കിടക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.